ഇന്നൊരു വലിയ പെരുമ്പാമ്പിന്റെ ദൃശ്യമൊക്കെ നമ്മുടെ മുന്നിൽ വന്നിരുന്നു അല്ലേ? കുറേ നേരം പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിന് മുന്നിലെ മരത്തിന് മുകളിലായിരുന്നു ഈ കൂറ്റൻ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത്. രാവിലെയോടെയാണ് ഈ പെരുമ്പാമ്പിനെ അവിടെ ഉള്ളവർ കാണുന്നത്. വനംവകുപ്പും പോലീസും ഒക്കെ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി ആ കാര്യം എന്നുകൂടി നമുക്ക് അന്വേഷിക്കാം. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിഷ്ണു പ്രകാശാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇതുവരെ എന്തെങ്കിലും നീക്കുപോക്കായിട്ടുണ്ടോ? മരത്തിന് മുകളിൽ തന്നെയാണോ പാമ്പ്? പൂജ, പാമ്പ് ഇപ്പോഴും മരത്തിന് മുകളിൽ തന്നെ തുടരുകയാണ്. നേരത്തെ ഒരു 9 മണിയോട് കൂടിയാണ് ഈ പാമ്പിനെ ഈ മരത്തിന് മുകളിലായിട്ട് ഇവിടുത്തെ പരിസരത്തുള്ള ആളുകൾ കാണുന്നത്. തുടർന്ന് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി, പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി, ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ പാമ്പിന് ഇത്രയും ഉയരത്തിലായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മരം ഒരു 3-4 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിലാണ് ആ ഒരു മരമുള്ളത്. ആ ഒരു അത്രയും ഉയരത്തിൽ തന്നെയാണ് ആ പാമ്പും ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ തൽക്കാലം ഇവിടെ നിന്നും പാമ്പിനെ പിടികൂടുന്നത് ദുഷ്കരമാണ്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്നപ്പോഴും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായിരുന്നത് ഈ താഴെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ നിലത്ത് ചാടിച്ച് അങ്ങനെ പിടികൂടാമെന്നുള്ളൊരു മാർഗമാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചത്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അത് അപകടമുണ്ടാക്കും, പാമ്പിനും ഒരു പക്ഷേ അപകടമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഈ ശ്രമം ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തൽക്കാലം ഈ പാമ്പിനെ അവിടെ തുടരാൻ അനുവദിച്ചുകൊണ്ട് പാമ്പ് സ്വയം അവിടെ നിന്ന് എപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമോ അന്നേരം പാമ്പിനെ പിടികൂടാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇവിടെ അതിനു വേണ്ടി തന്നെ ഒരു പാമ്പിന്റെ സർപ്പ വളണ്ടിയറെ ഇവിടെ ഈ പാമ്പ് ഈ മരത്തിൽ തുടരുന്ന ആ സമയം വരെ ഇവിടെ നിലനിർത്തും. അതിനുശേഷം പാമ്പ് താഴെ എപ്പോൾ ഇറങ്ങി വരുന്നോ ആ സമയം മാത്രം പിടിക്കാം. അല്ലാതെ വെള്ളം ഉപയോഗിച്ചോ മറ്റുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പാമ്പിനെ കയറി പിടികൂടാനുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എങ്ങനെയും താഴെ വരികയാണെങ്കിൽ അതിനെ പിടികൂടാം. ആ സമയം വരെ അവിടെ ചുറ്റുമുള്ളവർക്ക് ഈ പേടിയോടുകൂടി നിൽക്കേണ്ടി വരും. തീർച്ചയായും പാമ്പ് സ്വയം താഴെ ഇറങ്ങി വരുമ്പോൾ പിടികൂടാം എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം അതിൽ 2 അപകടമുണ്ട്. ഒന്ന്, പാമ്പിന് വെള്ളം ഉപയോഗിച്ച് പാമ്പ് താഴേക്ക് ചാടി പിടികൂടുകയാണെങ്കിൽ അത് പാമ്പിന് അപകടമുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, ആളുകൾ മുകളിൽ കയറി പിടികൂടാൻ ശ്രമിച്ചാൽ നമുക്കറിയാം ജില്ലയുടെ ഏറ്റവും തുമ്പത്താണ് ഇപ്പോൾ ആ പാമ്പ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആളുകൾ കയറുമ്പോൾ ആളുകളുടെ ഒരു സുരക്ഷയ്ക്കും ഭീഷണിയുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ ഹോസ്റ്റലെല്ലാം അവധിയാണ്. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അങ്ങനെ വീടുകളായിട്ടുള്ള താമസമുള്ള സ്ഥലങ്ങളോ അങ്ങനെ ഒരു പരിസരമല്ല, ഓഫീസ് സമുച്ചയങ്ങളും മറ്റുമുള്ള സ്ഥലമാണ്. പക്ഷേ അതിനാൽ തന്നെ മറ്റു അപകടത്തിലേക്ക്, പിന്നെ പെരുമ്പാമ്പ് നമുക്കറിയാം അതൊരു വിഷകരമായിട്ടുള്ള പാമ്പ് അല്ല എന്നുള്ളതുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ 2-3 ദിവസം വരെ പാമ്പ് അങ്ങനെ അതേ നിലയിൽ തന്നെ തുടരാനുമുള്ള സാധ്യതയുണ്ട്. ഏതായാലും അതിനാൽ തന്നെ വലിയൊരു ചാൻസ് എടുക്കേണ്ട, പാമ്പ് എപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമോ അപ്പം പിടിക്കാം. അതിന് വേണ്ട അല്ലെങ്കിൽ മുന്നൊരുക്കം എന്ന പോലെ തന്നെ ഒരു സർപ്പ വളണ്ടിയറെ ഇവിടെ തുടർന്ന് ഇവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും പാമ്പ് താഴെ ഇറങ്ങി വരികയാണെങ്കിൽ അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ധാരാളം ആളുകൾ ഈ പാമ്പ് വന്ന വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ഇവിടേക്ക് തടിച്ചുകൂടിയിരുന്നു. ഇവിടെ മറൈൻ ഡ്രൈവിന് പരിസരത്തൊക്കെ ധാരാളം വിനോദസഞ്ചാരികളായിട്ടുള്ളവർ എത്തുന്നതാണ്. മാത്രമല്ല ഈ യാത്രക്കാർ ഇതുവഴി പോകുന്നവരുണ്ട്. ചേട്ടാ, പാമ്പിനെ കണ്ടോ? പാമ്പിനെ കണ്ട്, പക്ഷെ മലമ്പാമ്പ് ആദ്യമായിട്ടാണ് ഇതിന്റെ മോളിൽ കയറിയിരിക്കണ, താഴത്തേക്കൂടി പോകണ്ടാറുണ്ട്. എങ്ങനെയാ അറിഞ്ഞത്? ഇതുവഴി പോയപ്പോൾ ജനം കൂടിയിരിക്കണ്, അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് പാമ്പിന്റെ മോളിൽ കയറിയിരിക്കണത്. അപ്പൊ കാക്ക വരുമ്പോൾ കിടന്ന് അനങ്ങണ്ട്. ഈ പരുന്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ താഴ് തുറങ്ങും. ചിലപ്പോൾ ഇതിനെ പിടിക്കണ രീതിയിൽ ചിലപ്പോൾ താഴ് തുറങ്ങാൻ സാധ്യതയുണ്ട്. പരുന്ത് ചെന്ന് കഴിഞ്ഞാൽ അവര് പറഞ്ഞ അങ്ങനെ അവർക്ക് കണ്ടപ്പോൾ മരത്തിന്റെ മുകളിൽ ആദ്യമായിട്ടൊക്കെ കാരണം. എന്തായാലും ഇങ്ങനെ ആളുകൾ ഇവിടേക്ക് ധാരാളം എത്തിയിട്ടുണ്ട്. വഴിയെ പോകുന്ന ആളുകളൊക്കെ അങ്ങനെ പലർക്കും കൗതുകമുണ്ട്, അതോടൊപ്പം തന്നെ പേടിയുമുണ്ട്. അത്രത്തോളം കൂറ്റിനൊരു പെരുമ്പാമ്പാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാകും. പാമ്പ് എന്തായാലും താഴെ ഇറങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.